എന്താണ് ഒരു എംപ്ലോയി നമ്മളിൽ നിന്ന് പോകാനുള്ള ആ ഒരു ഡെഡ് ലൈൻ എന്താണ്? ഏത് എംപ്ലോയി നിങ്ങളുടെ മെൻ്റൽ ബാൻഡ് വിഡ്ത്ത് നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ സമയം, നമ്മളുടെ തോട്ടിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നുണ്ടോ, മെൻ്റൽ ബാൻഡ് വിഡ്ത്തിനെ ഏത് എംപ്ലോയി ബാധിക്കുന്നുണ്ടോ, ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഗോ. ഇവനെ പറഞ്ഞുവിടാൻ നേരമായി. നമ്മളുടെ മെൻ്റൽ ബാൻഡ് വിഡ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു എംപ്ലോയി ഉണ്ട്, ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഗോ. ഒരു പാർട്ട്ണർഷിപ്പും എക്കാലത്തേക്കുള്ളതല്ല, ഒരു എംപ്ലോയിയും എക്കാലത്തേക്കുള്ളതല്ല, ഒരു കസ്റ്റമറും എക്കാലത്തേക്കുള്ളതല്ല, ഒരു സപ്ലയറും എക്കാലത്തേക്കുള്ളതല്ല. ദേ ആർ ഹിയർ ഫോർ സം ടൈം. എഴുതിക്കോ, നത്തിങ് ലാസ്റ്റ് ഫോർ എവർ. ഒന്നും എക്കാലവും നിലനിൽക്കില്ല. സോ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ, പാർട്ട്നേഴ്സിൻ്റെ കാര്യത്തിൽ, സപ്ലയറുടെ കാര്യത്തിൽ, കസ്റ്റമറുടെ കാര്യത്തിൽ ഇഫ് എന്നല്ല, അവർ പോയാലോ എന്നല്ല നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, വെൻ, എപ്പോഴാണ് ഇവൻ പോകാൻ പോകുന്നത് എന്നുള്ളതാണ് റിയൽ ക്വസ്റ്റ്യൻ. സാധിക്കേ, ഇന്നത്തെ സപ്ലയർ പോയാലോ എന്നുള്ളതല്ല ചോദ്യം, എന്നാണ് ഇവൻ പോകാൻ പോകുന്നത്. ഇന്നത്തെ സ്റ്റാർ പെർഫോമർ പോയാലോ, അങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പോകും, എന്ന് പോകും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എപ്പോൾ പോകുവൻ, അത് മുൻകൂട്ടി അറിയാൻ പറ്റണം. അവിടെ അവനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ ഇഫ് എന്നൊരു ചോദ്യമില്ല. അത് നമ്മളുടെ വേണ്ടപ്പെട്ടവർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതാണെങ്കിൽ പോലും, അവളില്ലെങ്കിലോ അവനില്ലെങ്കിലോ, അങ്ങനൊരു ചോദ്യമില്ല. അങ്ങനൊരു ദിവസമുണ്ട്, അതെന്ന് എന്നുള്ളത് മാത്രമാണ് സത്യം. ഇതാണ് ഫാക്റ്റ്, ഇതാണ് പരമമായ സത്യം, ഇത് മാത്രം. സോ അവർ പോയാലോ എന്ന ചോദ്യമല്ല, എപ്പോൾ പോകും എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്, വെൻ. സോ കമ്പനിയെ ഒരു പ്രൊജക്റ്റായിട്ട് കാണുക, ഒരു ടൂർണമെൻ്റായിട്ട് കാണുക. ആ ടൂർണമെൻറ്റ് ജയിക്കാനുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തിറക്കണം. ഇത്രയേ ഉള്ളൂ.